യുദ്ധം ചെയ്യാൻ വേണ്ടി രാവണൻ വന്നപ്പോൾ ബാലി ഏതോ ഒരു ഇൻസെക്ട് എന്ന് മനസ്സിലാക്കി വിചാരിച്ചു, ഒരു കൊതുന്ന് വിചാരിച്ചു. അപ്പോൾ തൻ്റെ വാല് കൊണ്ട് കട്ടി, സന്ധ്യാവനം ചെയ്യുമ്പോൾ ഡിസ്റ്റർബ് ചെയ്ത വാലിയെ തൻ്റെ വാല് കൊണ്ട് കട്ടി അത് മറന്നുപോയി. അവിടുന്ന് ഈസ്റ്റേൺ സമുദ്രത്തിൽ നിന്ന് വെസ്റ്റേൺ സമുദ്രത്തിലേക്ക് ചാടിച്ചത്, അവിടുന്ന് സദൻ സമുദ്രത്തിലേക്ക് തെക്കേയുള്ള സമുദ്രത്തിലേക്ക് ചെന്നു, പിന്നീട് കിഷ്കിന്ദയ്ക്ക് ചെന്നു. വീട്ടിലെത്തിയപ്പോൾ ഓർമ്മിച്ചത് ഒരു പൂച്ചയെ പിടിച്ചിട്ടുണ്ട്. ഇത് തന്നെ മോൻ്റെ അടുത്ത് കുത്തുന്ന കളിക്കാൻ വെച്ചോളൂ, രാവണൻ 10 തലയുള്ള ഒരു പൂച്ചയെ ഞാൻ പിടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് എൻ്റെ മോന് കളിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അങ്ങനെ രാവണനെ ഒരു ഇൻസെക്ട് പോലെ തട്ടിയവനാ വാലി. പിന്നെ രാമൻ സീതാപഹരണത്തിന് ശേഷം കിഷ്കിന്ദയ്ക്ക് വന്ന് സുഗ്രീവന്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചപ്പോൾ ഈ സുഗ്രീവൻ വാലി യുദ്ധം നടന്നു. രാമൻ വാലിയെ അമ്പെയ്തി സംഹാരം ചെയ്യുന്ന സമയത്ത് വാലി ചോദിച്ചു, സീതയെ തേടി വന്നിരിക്കുന്നു, എൻ്റെ അടുത്ത് ഒരു വാക്ക് പറയാമായിരുന്നു, ഞാൻ ആ രാവണനെ ഒരു നിമിഷം കൊണ്ട് തട്ടി സീതയെ കൊണ്ടുവന്ന് തരും ഞാൻ. അങ്ങനെ ഒരു പരാക്രമം കൊണ്ട ആളാണ് ഞാൻ. എൻ്റെ മുമ്പിൽ രാവണൻ ഒരു ജസ്റ്റ് ഒരു ഇൻസെക്റ്റാണ്. അതുപോലുള്ള ഒരു പരാക്രമം കൊണ്ട് എൻ്റെ ഹെൽപ്പ് എടുക്കാതെ നീ സുഗ്രീവന്റെ ഹെൽപ്പ് ചോദിച്ചു. അപ്പൊ രാമൻ പറയുന്നു, എൻ്റെ രീതി ധർമ്മത്തിന്റെ രീതിയാണ്. നീ നിന്റെ അനുജനുടെ പത്നിയെ അപഹരിച്ചു. നിനക്കും സുഗ്രീവനക്കും യുദ്ധമുണ്ടായപ്പോൾ സുഗ്രീവനെ കാട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് നിന്റെ ബ്രദറിന്റെ വൈഫൈ അപഹരിച്ചു കൊണ്ടുവന്നു. ഉണക്കും രാവണനും ഒരു വ്യത്യാസമുണ്ട്. അവനും ഇന്നോടത്തോടെ പത്നിയെ കൊണ്ടുവന്നിരിക്കാം, നീ ഇന്നോടത്തോടെ പത്നിയെ കൊണ്ടുവന്നിരിക്കാം. நீ அவன் தப்பு பண்ணியிருக்கான்னா நீயும் தப்பு தான் பண்ணியிருக்க. ஒரு அதர்மமான ஒருத்தரோட அதர்மியோட ஹெல்ப்போட எனக்கு என்னுடைய மனைவி நிற்க வேண்டிய அவசியம் இல்லை. நான் தர்மத்துக்கு வழி நிற்கிறவன். ஒரு அதர்மமான காரியம் பண்ண ஒரு அதர்மியோட உன்னோட ஹெல்ப் எடுத்து என்னுடைய மனைவி நிற்க வேண்டிய அவசியம் எனக்கு கிடையாதுன்னு நாம நினைச்சிருந்தா ஒரு நிமிஷத்தை பண்ணியிருக்கலாம். ஆனா தன்னுடைய காரியத்துக்கு நம்ம சொல்றோம், in today's world we do mistakes and we justify them. അത് കലിയുഗത്തിന്റെ വിഷയം. I'll tell you an example. നമ്മൾ ഇവിടുന്ന് തിരുപ്പതി വരെ അല്ലെങ്കിൽ ഒരു കപാലീശ്വരം ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ കാമാക്ഷി മന്ദിരം, അല്ലെങ്കിൽ ഗുരുവായൂർ. ഇവിടുന്ന് ഗുരുവായൂർ ചെന്ന് തൊഴാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് ഇവിടുന്ന് ഒരു 10-20 പേര് ഒന്നിച്ചിട്ട് ഒരു വാനോ അല്ലെങ്കിൽ ഒരു ട്രെയിൻ കൊടുത്തിട്ട് അവിടെ ചെന്ന് അവിടെ നോക്കിയ ഒരു അതിഭയങ്കര ക്യൂ ഡെഫിനറ്റ്ലി ഒരു 7-8 hours എടുക്കും. 7-8 hours ഡെഫിനറ്റ്ലി ആ ക്യൂ എടുക്കും ബസ്സിന് ചോദിക്കും. ഇപ്പോൾ ഒരാളെന്ന് പറയുന്നു 500 rupees കൊടുത്താൽ നിങ്ങളുടെ ബൈപ്പാസ് ചെയ്ത് കയറ്റി, 500 rupees കൊടുത്താൽ ബൈപ്പാസ് ചെയ്ത് കയറ്റിവിടാന്ന് പറയുമ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ട് ദർശനം എടുക്കും. ശരിയാണോ തെറ്റാണോ? ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? നമ്മൾ പൈസ കൊടുത്ത് ദർശനം എടുത്തിട്ട് നമ്മൾ പറയും അവർക്ക് ഏതോ എനിക്ക് ഇപ്പോഴാ പൈസ കിടക്കണമെന്ന് ഭഗവാൻ എഴുതിയിരിക്കുക. ഈ ടോസ് ക്യൂർ നിൽക്ക முடியாது. நம்ம தப்பெல்லாம் பண்ணலே நம்ம நினைச்சுக்கிறோம். So you try to justify your mistake. You are not sure whether you are doing right or wrong. നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്നൊരു ബോധം പോലും ഇല്ലാത്ത ഒരു കാലമാണ് ഇന്നത്തെ കാലം. പക്ഷേ തന്റെ സ്വന്തം ഭാര്യയെ ഒരു രാക്ഷസൻ അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ അതിനൊരു യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട രാമൻ അതിനും എനിക്ക് അധർമ്മിയുടെ ഉപകാരം വേണ്ട. എത്ര ബലിഷ്ഠനായാലും എത്ര ശക്തിമാനായാലും എനിക്ക് അധർമ്മിയുടെ ഉപകാരം കൊണ്ട് ഈ കാര്യം ഞാൻ ചെയ്യില്ല. എനിക്ക് ധർമ്മത്തിന്റെ വഴി ചെല്ലുന്ന ഒരാള് ശക്തി കുറവായിട്ടുണ്ടായിരുന്നാൽ ആരുടെ സഹായം മതി എന്ന് പറഞ്ഞതാണ്. അതാണ് രാമന്റെ ഒരു വിശേഷം.
ഈ രാമായണത്തിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയം വിഭീഷണ ശരണാഗതി. വിഭീഷണൻ ഒരു രാമൻ മാത്രമല്ല, എൻ്റെ രാമായണത്തിൽ ധർമ്മം വേണമെന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ രാവണൻ സീതയെ അപഹരിച്ച് കൊണ്ടുവന്നു. അതുകുറിച്ച് രാമൻ ഹനുമനെ ദൂതനായിട്ട് അയച്ചു. ഈ രാവണൻ ഡിസൈഡ് ചെയ്യണം, യുദ്ധം വേണോ അല്ലെങ്കിൽ സീതയെ തിരിച്ചു കൊടുക്കണം. ഈ ഡിസ്കഷൻ വരുമ്പോൾ രാവണന്റെ സഹോദരങ്ങൾ രണ്ടുപേരും വിഭീഷണനും കുംഭകർണനും. വിഭീഷണൻ പറയുന്നു, ഏട്ടനായാലും ധർമ്മത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നീ ചെയ്തത് തെറ്റാണ്. മറ്റൊരാളിന്റെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുവന്നത് തെറ്റാണ്, ധർമ്മത്തിൻപടി തെറ്റാണെന്ന വിഭീഷണൻ പറയുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനിയും സീതയെ തിരിച്ച് വിട്ടില്ലെങ്കിൽ ഞാൻ രാമന്റെ സൈഡിൽ പോകുമെന്ന് വിഭീഷണൻ പറയുന്നു. സഹോദര ധർമ്മശാസ്ത്രത്തിൻപടി ഇത് റൈറ്റാണ്. വിഭീഷണൻ രാവണനെ ഉപേക്ഷിച്ചിട്ട് രാമനടുത്ത് ശരണാഗതി അടഞ്ഞും പലരും പറയും ഇത് ശരിയാണോ തെറ്റാണോ. പക്ഷേ ധർമ്മശാസ്ത്രത്തിനുപടി നമ്മുടെ സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഐസ്, an adharmic activity is happening in front of your eyes. At least you should resist and raise your voice at least once. ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ വോയിസ് നമ്മളോട് അതിൻ്റെ ഒരു തെറ്റാണെന്ന് പറയണം. വെറുതെ നോക്കിക്കൊണ്ട് നിന്നുകൊണ്ടിരുന്ന അവിടെ ആ തെറ്റ് ചെയ്യുന്ന ആളുകളുടെ പാവത്തെ കാട്ടി നമുക്ക് കൂടുതൽ പാവം വരും. ആളുകൾ വെക്കേറ്റ് പ്ലേസ് അവിടെ നിന്ന് മാറിപ്പോകണം. വിഭീഷണൻ അതുകൊണ്ട് വിഭീഷണൻ ചെയ്യുന്നത് ധർമ്മത്തിൻ്റെ രീതിയിൽ ശരിയാണ്. അതേസമയം കുംഭകർണൻ പറയുന്നു, എൻ്റെ ഏട്ടനായാൽ മറ്റൊരു ആളുടെ ഭാര്യയെ അപഹരിച്ചു കൊള്ളുന്നത് തെറ്റാണ്. പക്ഷേ ഒരു യുദ്ധം എന്ന് വരുമ്പോൾ എൻ്റെ സഹോദരനൊപ്പം ഞാൻ നിൽക്കണം. തെറ്റായാലും എൻ്റെ സഹോദരന് ഒരു ദുർഭാഗ്യമായ അല്ലെങ്കിൽ ദുർബലമായ സിറ്റുവേഷൻ വരുമ്പോൾ മനുഷ്യനായ ഞാൻ എൻ്റെ സഹോദരനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. അത് സഹോദര ധർമ്മത്തിൻപടി അത് ശരി. ലോകധർമ്മത്തിൻപടി വിഭീഷണൻ ചെയ്തതും ശരി, സഹോദര ധർമ്മത്തിൻപടി കുംഭകർണൻ ചെയ്തതും ശരി. ഇതാണ് നമുക്ക് രാമായണത്തിൽ നിന്ന് പഠിക്കാനുള്ള ലെസൺ. ഈ ഓരോരോ ഘട്ടത്തിലും രാമൻ സാക്ഷാത് ഭഗവാനായാലും ഈ ഓരോരോ സ്റ്റേജിലും തൻ്റെ സുഹൃത്തുക്കളായും തൻ്റെ സഹോദരങ്ങളായും ഓരോരുത്തരെയും കണ്ട് അവർ ഓരോരുത്തർ അഡ്വൈസും രാമൻ ചോദിച്ചു. ഗുഹൻ എന്ന് പറഞ്ഞ ഒരു വേടൻ ശാപൻ, അയാളെ കണ്ടപ്പോൾ അയാളെ അഞ്ചാമത്തെ സഹോദരമായി സ്വീകരിച്ചു. താനൊരു രാജകുമാരനാണ്, ഒരു രാജാവാണ്, യുവരാജാവാണെന്നൊരു രീതിയല്ലാതെ രാമൻ ഗുഹനെ കണ്ടപ്പോൾ അഞ്ചാമത് സഹോദരനായി എന്നെ സ്വീകരിക്കുന്നു എന്ന് പറയും. ഒരു ഹണ്ടർ ഗുഹൻ മനുഷ്യരല്ലാതെ വാനര ജാതിയെ ചേർന്ന് സുഗ്രീവനെയും ഹനുമനെയും തൻ്റെ സുഹൃത്തുക്കളാക്കി. ഹണ്ടർ അനിമൽ. പിന്നെ രാക്ഷസനായ വിഭീഷണൻ, അവനെയും തൻ്റെ സഹാവാക്കി. ഇങ്ങനെ ഏതൊരു വ്യത്യാസവുമില്ലാതെ അത്ര പേര് തന്നെ ശരണാഗതിയോടെ അടഞ്ഞിട്ടുള്ള അത്ര പേർക്കും രാമൻ അനുഗ്രഹം ചെയ്തു. ഓരോരോ ഘട്ടത്തിലും ഒരു തീരുമാനത്തിൽ വെക്കുമ്പോൾ രാമന് എല്ലാവരുടെ അഭിപ്രായവും ചോദിച്ചു. വിഭീഷണൻ വന്നപ്പോൾ ഇയാളെ നമ്മുടെ സഹാവായിട്ട് ചേർക്കാമോ എന്ന് ചോദിച്ചു രാമൻ എല്ലാവരോടും. ഓരോ ആളും ഓരോ അഭിപ്രായം പറഞ്ഞു. ജാമ്പവാൻ പറഞ്ഞു, ഇവൻ രാക്ഷസനാണ്. നമ്മളുടെ അത് മറക്കാതെ പിന്നെ ഇവരുടെ വിഷയത്തെ നമ്മൾ സ്വീകരിക്കണമെന്ന് ജാമ്പവാൻ പറഞ്ഞു. സുഗ്രീവൻ പറഞ്ഞു, ഏതായാലും ഇയാൾ സ്വന്തം സഹോദരന് ദ്രോഹം ചെയ്തിട്ട് വന്നതാണ്. സ്വന്തം സഹോദരന് അഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആളെങ്ങനെ നമുക്ക് വിശ്വസിക്കാമെന്ന് പറഞ്ഞത് സുഗ്രീവൻ. ലക്ഷ്മണൻ നമുക്ക് ചിരിച്ചു. ഇതേ സിറ്റുവേഷനാണ് എനിക്കുണ്ടായിരുന്നത്. നീയും സ്വന്തം സഹോദരനും ദ്രോഹം ചെയ്ത് തൊട്ടുള്ള ആളാണ്.
പക്ഷെ ഇപ്പോൾ പവർ വന്നപ്പോൾ പഴയ ചരിത്രങ്ങളൊക്കെ മാറുന്നു. അതേ സുഗ്രീവൻ പറയുന്നത് വിഭീഷണൻ സ്വന്തം സഹോദരത്തിന് ദ്രോഹം ചെയ്തിട്ടുള്ള ആളാണ്, അയാളെ ചേർക്കണ്ട. രാമൻ എല്ലാവരും അഭിപ്രായം ചോദിച്ചു. പിന്നീട് ആഞ്ജനേയർ ഹനുമാന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഞാൻ പണ്ട് ദൂതനായി അവിടെ ചെന്നപ്പോൾ അവിടെ സത്യം പറഞ്ഞത്, ധർമ്മം പറഞ്ഞത് ഇയാളാണ്. രാവണന്റെ സദസ്സിൽ വെച്ച് ധർമ്മത്തിനെ കുരൽ കൊടുത്ത് പറഞ്ഞത് ഈ വിഭീഷണനാണ്, അതുകൊണ്ട് ഇയാളെ എടുക്കാമെന്നത്. അങ്ങനെ രാമായണത്തിൽ ഓരോരോ ഘട്ടത്തിലും ധർമ്മത്തെ ആചരണം ചെയ്യാനുള്ള രീതിയെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. വിശ്വാമിത്രർ ബാലരാമനെ വിളിച്ചുകൊണ്ട് തന്റെ യജ്ഞ സംരക്ഷണത്തിനായി വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ പോകുന്ന വഴി താടക എന്ന് പറഞ്ഞ രാക്ഷസിയെ കിട്ടും. താടക വധം ചെയ്യുന്ന മുമ്പ് രാമൻ ചോദിച്ചു, ഒരു സ്ത്രീയെ വധിക്കുന്നത് ദോഷമല്ല. യജ്ഞ സംരക്ഷണത്തിനായി ഞാൻ വന്നാൽ ഒരു സ്ത്രീയെ വധിക്കുന്നത് ക്ഷത്രിയധർമ്മമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നീട് വിശ്വാമിത്രൻ പറഞ്ഞു, അത് നോർമൽ മനുഷ്യ സ്ത്രീകൾക്ക് ഓക്കെ, ഇവിടെ രാക്ഷസിയാണ്, അധർമ്മ സ്വരൂപമായുള്ള രാക്ഷസന്മാർക്ക് സ്ത്രീ പുരുഷ ഭേദമില്ല, അതുകൊണ്ട് ഇവിടെ സംഹരിക്കാമെന്ന് പറഞ്ഞ ശേഷമാണ് രാമൻ രാക്ഷസിയെ സംഹരിച്ചത്. അതുകൊണ്ട് ഓരോരോ സിറ്റുവേഷനിലും അങ്ങനെ നാം ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യുന്ന മുമ്പ് അത് ധർമ്മത്തിന് പറഞ്ഞിട്ടുള്ള കാര്യമാണോ, ധർമ്മത്തിന്റെ രീതിയാണോ എന്നൊരു ലെസന് രാമൻ നമുക്ക് രാമരാവണ യുദ്ധത്തിലെ 9ാമത്തെ ദിവസം the main purpose of the യുദ്ധം is to kill Ravana. 9ാമത്തെ ദിവസം ഓൾമോസ്റ്റ് രാവണനുള്ള സൈന്യമൊക്കെ സംഹരിച്ചു കഴിഞ്ഞു. രാവണനും ഡയറക്റ്റായിട്ട് യുദ്ധം ചെയ്തു. രാവണന്റെ കയ്യിലുള്ള അത്ര അസ്ത്രങ്ങളും നിരായുധപാണിയായിട്ട് ഒരു ആയുധവും ഇല്ലാതെ രാവണൻ നിൽക്കുമ്പോൾ അപ്പോൾ രാമൻ പറഞ്ഞു, ഇന്ന് ഞാനിത് സംഭരിക്കും. ആയുധമില്ലാത്ത ഒരാളെ everybody was expecting today Rama is going to kill Ravana. Rama said no. ഒരു ആയുധവും ഇല്ലാതെ നിരായുധപാണിയായി അശക്തനായി നിൽക്കുന്ന ഒരാളെ കൊല്ലുന്നത് ധർമ്മമല്ല. തമിഴ് പറയാമല്ലോ, ഇന്ന് പോയി നാളെ വാ, ഇന്ന് ചെന്നിട്ട് നാളെ വീണ്ടും റെഡിയായിട്ട് പിന്നീട് യുദ്ധം നമുക്ക് ചെയ്യാൻ ഇപ്പോൾ പെട്രോളെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് രാമന്റെ ഗുണം. അതുകൊണ്ടാണ് പറയുന്നത് രാമോ വിഗ്രഹവാൻ ധർമ്മ. ഓരോരോ സിറ്റുവേഷനിലും ആ ധർമ്മത്തിൽ നിന്ന് 1% പോലും രാമൻ ഇങ്ങനെ അങ്ങനെ മുങ്ങിയെത്തി. മഹാവിഷ്ണുവിടെ സ്വരൂപമാണ് എന്നൊരു കാര്യങ്ങൾ നമുക്ക് അപ്പോൾ എടുത്തു വെച്ചിട്ട് ധർമ്മത്തിന് വഴി നടത്തുന്ന ഒരാളാണ് രാമൻ. ഒരിടത്തിലും തന്നെ വിഷ്ണുവായിട്ടോ ഭഗവാനായിട്ടോ പറയുന്നു. സാധാരണ മനുഷ്യനായിട്ടാണ് ദശരഥന്റെ പുത്രൻ, അയോധ്യ ദേശത്ത് കൗശല്യയുടെ പുത്രൻ, ഭരതന്റെ സഹോദരൻ, ഇങ്ങനെയാണ് തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഓരോരിടത്ത്. അപ്പോൾ നമുക്ക് എന്നെ കൊണ്ടുപോകുന്ന സ്വാമിയാർന്ന കൃഷ്ണനാണ് ജഗത് ഗുരു. വസുദേവ ഹൃദം കംസചാമൂഢ മന്ദരം ദേവകി പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗത് ഗുരു. ബിക്കോസ് കൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിച്ചു. കൃഷ്ണൻ ഉപദേശിച്ച കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാം, കൃഷ്ണൻ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് കൃഷ്ണനെ ജഗത് ഗുരു എന്ന് പറയുന്നത്. കൃഷ്ണൻ ഉപദേശിച്ച കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. പക്ഷെ കൃഷ്ണൻ ചെയ്ത കാര്യങ്ങൾ, ആ ഗോവർദ്ധനഗിരിയെ ഇതെൻ്റെ വിരലെടുത്തു നമുക്കൊരു ചെങ്കല കൂടെ എടുക്കേണ്ടത്. കൃഷ്ണാവതാരം പൂർവമേ യു സീ ലോട്ട് ഓഫ് മിറാക്കിൾസ്, അത്ഭുതങ്ങൾ കൃഷ്ണൻ ചെയ്തു. இப்போ நம்ம கிருஷ்ணன் சொல்கிறத ஃபாலோ பண்ண சொன்னால் என்ன சொல்லுவோம், அவர் பகவானுக்கு பண்ண முடியும், நம்மளால் பண்ண முடியாது. എക്സ്ക്യൂസ്. പക്ഷെ രാമന്റെ ചരിത്രത്തെ നോക്കിയാൽ രാമൻ ഒരിടത്തിലും കൂടെ അത്ഭുതങ്ങളെ പണ്ണല. അഹല്യാമോക്ഷം നടക്കുമ്പോൾ കൂടെ ராமன் எப்பவுமே தெரியாத மாதிரி ஆஸ்கி எப்படி திடீர்னு இந்த கல் ஸ்திரியா மாறிக்கணும், ராமன் தனக்கு தெரியாது, தனக்கு இதுக்கும் சம்மந்தம் இல்லைன்னு தான் சொல்றாரு. ஸோ ராமன் நம்ம இந்த எக்ஸ்கியூஸ் நம்ம கொடுத்துட போகிறோம்னு பகவானுக்கு தெரியும். அவர் பகவான் அவரால் முடியும் நம்மளால் முடியுமாங்கிற கொஸ்டின் நம்ம கேட்போங்கிறதுனால தான் ராமன் ஒரு இடத்துல கூட தன்னை பகவான் சொல்லாமல் தன்னை மனுஷனாகவே காட்டு, ஒவ்வொரு ஸ்தானத்துக்கு தன்னை மனுஷனாக காட்டி தான்
அந்த தர்மத்தை எப்படி ஃபாலோ பண்ணணும் அப்படிங்கிறதுக்கு ஒரு எக்ஸாம்பிளாக சொல்லணும். அதனால தான் இந்த ஸ்லோகம் அவ்வளோ விசேஷம். ராமோ விக்கிரகவான் தர்மஹா. இந்த தர்மம் தான் நம்மளை காப்பாற்றும். ఈ రామో విగ్రహవాన్ ధర్మకు ఫేమస్ ఆన శ్లోకం వాల్మీకి రామాయణத்தில். ఈ శ్లోகம் யாரு சொன்னது தெரியும்? யாருக்கா தெரியுமா? ராமாயணம் படிச்சிருக்க 31 days இல்ல. ராமோ விக்கிரகவான் தர்மஹா சாது சத்திய பராக்கிரமஹா. இது சொன்னது யாருன்னா அகஸ்தியர் இல்லை, சரவக்கர் இல்லை, பரத்வாஜர் இல்லை, தசரதர் இல்லை. ராமோ விக்கிரகவான் ராமன் சாட்சாத் தர்மத்துடைய சுரூபம்னு சொன்னது யாருன்னா ராட்சசனான மாரீச்சன். சத்ருவாக்கியம் பிரமாணம். நம்ம ഋഷികളും യോഗികളും സ്തുതിക്കുന്നത് ഒരു വിഷയം. ശത്രുവായുള്ള മാരീചൻ പറയുന്നത് രാമോ വിഗ്രഹവാൻ ധർമ്മ. രാമൻ സാധാരണ മനുഷ്യനല്ല, ധർമ്മത്തിന്റെ സ്വരൂപം. രാമോ വിഗ്രഹവാൻ ധർമ്മ. ഇതാണ് രാമന്റെ ഒരു വിശേഷം. ആ ധർമ്മത്തിന്റെ സ്വരൂപമായിട്ട് തന്നെ രാമൻ ഉള്ളത് കൊണ്ടാണ് ഇന്നും നമ്മുടെ കാശിയിലെ ഒരു വീക്കുണ്ട്, വാരണാസി ചുറ്റും ഒരു 30 കിലോമീറ്റർ റേഡിയസിൽ ആര് മരിച്ചാലും അവർ ഗംഗയുടെ തീർത്ത് കൊണ്ടുവന്നിട്ട് അവിടെയാണ് സംസ്കാരം ചെയ്യുക. അപ്പോൾ അവിടെയുള്ള വാരണാസി എൻ്റയർ ആ റീജിയനിൽ യോഗികളും ഋഷികളും അവധൂത മുനികളും ഉണ്ടാകും. അപ്പോൾ നിത്യം അവർ കുളിച്ചു വിശ്വനാഥനെ ദർശിക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. വിശ്വനാഥ ദർശനത്തിന് വേണ്ടി യോഗികളും ഋഷികളും അവിടെ കാശിയിലുള്ള ഋഷികളും വാരണാസിയിലുള്ള ഋഷികളും ഒക്കെ പുറപ്പെടുമ്പോൾ അവിടെ ഒരു പ്രേതം, ഒരു ബോഡി അന്തിമ സംസ്കാരത്തിന് വേണ്ടി കൊണ്ടുവന്നാൽ അവിടുത്തെ രീതി അന്തിമ സംസ്കാരത്തിന് വേണ്ടി ഗംഗാ തീരത്തിലെ ഒരു ബോഡി കൊണ്ടുവരുമ്പോൾ അവരൊരു ശ്ലോകം പറയും. രാമനാമ സത്യഹേ രാമനാമ സത്യഹേ എന്ന് പറഞ്ഞത് ഹിന്ദിയിലുള്ള ഒരു വാചകം പറയും. ഈ രാമനാമ സത്യഹേ എന്ന് പറഞ്ഞ ഒരു വാചകത്തെ കണ്ടാലോ കേട്ടാലോ ഈ ഋഷികളൊക്കെ മടങ്ങിപ്പോകും, അമ്പലത്തിലേക്ക് പോകാതെ മടങ്ങിപ്പോകും. റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഡെഡ് ബോഡി വന്നതുകൊണ്ടല്ല, അതുകൊണ്ടല്ല. ഈ രാമനാമ സത്യഹേ എന്ന ശബ്ദം കേട്ടാൽ വിശ്വനാഥൻ അമ്പലത്തിൽ നിന്ന് പുറപ്പെട്ട് ഈ ഗംഗാതീരത്തിൽ വന്നെത്തും. യഥാവർണ്ണ യത്കർമ്മൂലേണ്ട കാലേ ശിവോ രാമ രാമേതി രാമേതി കാശ്യാം തദേകം പരം താരകപ്പെടുന്ന രൂപം ഭജേഹം 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 ഭജേഹം. കാശി ഗംഗാതീരത്തിൽ വെച്ച് മരിക്കുന്ന ഒരു ജീവനെ സാക്ഷാത് വിശ്വനാഥനായ ആ ഭഗവാൻ വിളിച്ചുകൊണ്ട് ഗംഗാതീരത്തിലേക്ക് എത്തും. ജഗജ്ജനനിയായ ലോകമാതാവായ ദേവി പാർവതി തൻ്റെ മടിയിൽ കിടത്തി തൻ്റെ സാരി കൊണ്ട് അവനെ സഫറിങ്ങുള്ള ജീവന് വിശദി കൊടുക്കും. വിശ്വനാഥൻ തൻ്റെ ആ ജീവന്റെ ചെവിയിൽ രാമ 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 എന്ന് പറഞ്ഞ് മോക്ഷത്തിലേക്ക് പറഞ്ഞു. വിശ്വനാഥൻ സാക്ഷാത് പരമേശ്വരൻ കാശി ക്ഷേത്രത്തിലെ ഗംഗാ തീരത്തിൽ വെച്ച് സംസ്കാരങ്ങൾ ചെയ്യുന്ന ഓരോ ജീവനും തൻ്റെ വായു കൊണ്ട് രാമ രാമ രാമൻ ആ ജീവന്റെ കാതിൽ പറഞ്ഞ് മോക്ഷം കൊടുക്കും. അതാണ് രാമൻ നാമത്തിൻ്റെ മതി. ഇന്നും വൈകിട്ട് ഓരോ ദിവസവും വിശ്വനാഥൻ്റെ അമ്പലത്തിലെ സപ്തഋഷി പൂജ എന്ന പൂജ, 7 പൂജാരിമാർ സന്ധിക്കാർ സപ്തഋഷികളായിട്ട് ഭാവിച്ച് ആ ഭാവനയെ ആവാഹിച്ചിട്ട് 7 പേർ ഒന്നിച്ച് വിശ്വനാഥനെ പൂജിക്കും. അപ്പോൾ വിശ്വനാഥനെ പൂജിക്കാനുള്ള ബില്വതളങ്ങൾ കൂടാം. ആ ബില്വതളങ്ങളിൽ രാമ എന്ന ചന്ദനം കൊണ്ട് എഴുതിയിട്ട് ആ ദളങ്ങളെ കൊണ്ട് അർച്ചിക്കും. ഹിന്ദുസിൻ്റെ നമ്മുടെ സനാതന ധർമ്മികളായ ഹിന്ദുസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായി പറയുന്നത് കാശി. 12 ജ്യോതിർലിംഗ ക്ഷേത്രത്തിൽ പ്രധാന ജ്യോതിർലിംഗ ക്ഷേത്രം കാശി. ആ കാശി ക്ഷേത്രത്തിൻ്റെ നായകനായ വിശ്വനാഥൻ ഈ രാമ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ബില്വദളങ്ങളാൽ അർച്ചിക്കപ്പെടുന്നു. അപ്പം അത് പറയുന്നു രാമൻ്റെ മഹത്വം. ആ രാമ എന്ന ശബ്ദം, രാമ എന്ന നാമം അത്ര മഹത്വമുണ്ട്. കാരണം രാമോ വിഗ്രഹവാൻ ധർമ്മ. ആ രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമായിട്ടാണ്, ധർമ്മത്തിൻ്റെ സ്വരൂപമായിട്ടാണ്. ശ്രീലങ്കയ്ക്ക് പോകാൻ വേണ്ടി ഹനുമാൻ സ്വാമി തീരുമാനിച്ചപ്പോൾ രാമ 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 എന്ന രാമനാമം ജപിച്ചു. ആ രാമൻ നാമം ജപിച്ചതുകൊണ്ട് ഹനുമാൻ സമുദ്രത്തെ താവി ചാടി
അവിടെ ശ്രീലങ്കയ്ക്ക് എത്തി വിത്തൗട്ട് ബിൽഡിംഗ് ബ്രിഡ്ജ്. ടുഡേ വി സീ രാമസേതു. ഇവൻ രാമ ഈ നാമം നാമിയെക്കാട്ടിലും മഹിമ കൊണ്ടത്. അപ്പൊ അതുകൊണ്ട് രാമൻ പാലം കെട്ടി പിന്നീട് നടന്നു പോയത്. പക്ഷെ രാമ 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 എന്ന് നാമം പറഞ്ഞിട്ട് ഹനുമാൻ സമുദ്രത്തേക്ക് താഴ്ന്നു. അതാണ് രാമനാമത്തിന്റെ മഹത്വം. അങ്ങനെ ഈ രാമായണം സാക്ഷാത് ധർമ്മസ്വരൂപമായി, സാക്ഷാത് രാമന്റെ ഒരു പ്രതിസ്വരൂപമായിട്ട് ഈ രാമായണം നാം കാണുന്നത്. അതുകൊണ്ടാണ് ഈ കർക്കിടക മാസം രാമായണ മാസമായിട്ട് പറഞ്ഞിട്ട് വെറുതെ രാമായണം പാരായണം ചെയ്തിട്ട് കാര്യമില്ല. ഞാനൊരു ഇടത്തിലേക്ക് പോയപ്പോൾ അവിടെ ഞാനൊരു സ്വാമിജിയോടൊപ്പം പോയി. അപ്പം അവിടെ ഒന്ന് രണ്ട് സ്വാമിജി നമസ്കരിച്ചു. പിന്നീട് പറഞ്ഞു, സ്വാമിജി നിങ്ങളുടെ രാമായണ പുസ്തകം കൊടുത്തു, നിത്യം രാമായണ പുസ്തകത്തിന് ഞാൻ പൂജ ചെയ്യുന്നു. സ്വാമിജി പറഞ്ഞു, പൂജ ചെയ്യാൻ വേണ്ടി കൊടുത്തതല്ല, പൂജ ചെയ്യുന്ന സമയത്ത് ഒരു 2 minutes എടുക്കും. ആ 2 minutes ഒരു പേജെങ്കിലും വായിക്കും. അറ്റ്ലീസ്റ്റ് ഒരു പേജെങ്കിലും വായിച്ചാൽ രാമായണം പറയുന്ന സബ്ജക്ട് നമുക്ക് മനസ്സിലാകും. അറ്റ്ലീസ്റ്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. വാട്ട് വി ക്യാരി, വാട്ട് വി റിസീവ്, ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. വെറുതെ ഞാൻ നിത്യം രാമായണം വായിക്കും, ശ്ലോകം പറയും, നാമം പറയുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ പറയുന്ന വിഷയങ്ങളെ എത്രത്തോളം നാം ഗ്രഹിച്ചു, രാമായണത്തിൽ നമുക്ക് കിട്ടിയ മെസ്സേജ് നമ്മൾ അതൊക്കെ വിടും. രാമായണത്തിൽ ഇതുപോലുള്ള സത്വിഷയങ്ങളെ വിട്ടിട്ട് വാലിയെ മറഞ്ചിട്ട് കൊണ്ടത് ശരിയാതപ്പ, சீதையை தீக்குளிக்க சொன்னது சரியா தப்பா, இந்த மாதிரி அன்வான்ட் டாபிக்ஸ்ல நம்ம டிபேட் பண்ணுவோம். அது எல்லாத்துக்கும் ஆன்சர் இருக்கு. வாலியை மறந்து கொண்டதுக்கும் ஆன்சர் இருக்கு, சீதையை தீக்குளிக்க சொன்னதுக்கும் ஆன்சர் இருக்கு. ஐ வில் லேட்டர். இப்போ டைம் இல்லை. Because in today's media is only to create controversy. They are very keen on disturbing your faith. നമുക്ക് വിശ്വാസമുള്ള കാര്യങ്ങളൊന്നും ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ഒരു അജണ്ടമാണല്ലോ. അങ്ങനെ രാമന്റെ സ്വരൂപം സാക്ഷാത് ധർമ്മസ്വരൂപം നമ്മളൊക്കെ ഭാഗ്യം ചെയ്തത്. രാമൻ ത്രേതായുഗത്തിലെ രാമന്റെ അവതാരം ഉണ്ടാകപ്പെട്ട ത്രേതായുഗം. നമ്മൾ ഇന്നും രാമരാജ്യത്തെ കുറിച്ചൊന്നും പറയാറില്ല. രാമരാജ്യത്തിൽ ഒരു ചെറിയ കഷ്ടം പോലും ദുഃഖം പോലും ഒരു ജീവിതം ഉണ്ടാകുന്നില്ല. അത്ര പേരും സന്തുഷ്ടമായി തൃപ്തിയായി സന്തോഷമായി ഉണ്ടായിരുന്ന ഒരു കാലമാണ് രാമന്റെ രാജ്യം. രാമന്റെ പട്ടാഭിഷേകം, ശ്രീരാമൻ ഇപ്പോൾ രാമായണ പൂർത്തി രാമ പട്ടാഭിഷേകത്തോട് പൂർത്തിയാണ്. ബിക്കോസ് ആ പട്ടാഭിഷേകമാകുന്ന രാജാരാമൻ ചിത്രം അങ്ങനെയാണ്. രാമൻ പട്ടാഭിഷേക കോലത്തിൽ നിൽക്കുന്ന പിക്ചർ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പട്ടാഭിഷേക കോലത്തിൽ നിൽക്കുന്ന രാജാരാമൻ രാമരാജ്യം കൊണ്ട് അത്ര പേരുടെ ദുഃഖത്തെയും മാറ്റിയെന്നാണ് സങ്കല്പം. അപ്പം അത് ത്രേതായുഗം. രാമായണം കേൾക്കുമ്പോൾ നമുക്കൊരു വിഷ്വലൈസ് ചെയ്ത് നോക്കും. അത്ര ഋഷികളും യോഗികളും രാമനെ കാണാൻ വേണ്ടി നിൽക്കുന്നു. രാമൻ ആ രാജാരാമനായിട്ട് ദർബാറിൽ നിന്ന് അനുഗ്രഹം ചെയ്യുന്നു. അപ്പോൾ ഉള്ള ജനങ്ങൾ അത്ര ഭാഗ്യം ചെയ്ത ജനങ്ങളാണ്. നമ്മളും ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ഇത് കലിയുഗമായാലും രാമൻ 14 വർഷം വനവാസം കഴിഞ്ഞ് പട്ടാഭിഷേകം ചെയ്തു. നമ്മുടെ കാലത്ത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. ബാക്കി ലാസ്റ്റ് ഫെബ്രുവരിയിൽ കിട്ടത്തര 600 years വനവാസം കഴിഞ്ഞ് രാമൻ അയോധ്യയിലേക്ക് വീണ്ടും പട്ടാഭിഷേകം ചെയ്തിട്ട് രാജാരാമനായിട്ട് രാമലല്ല എന്ന് പറയുന്ന ബാലരാമനായിരിപ്പോൾ രാമന്റെ പട്ടാഭിഷേകം നമ്മുടെ കാലത്തിൽ കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി. ചിലപ്പോൾ സംതിങ് ഇസ് അവൈലബിൾ വെരി ഈസിലി, വി ഡോണ്ട് നോ ദി വാല്യൂ. That is our problem. We always crave about the other things which we do not have. ഒരു സാധനം ഈസി ആയിട്ട് കിട്ടിയാൽ നമുക്ക് അതിൻ്റെ വാല്യൂ അത് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. പണ്ട് നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ ഹീറോ പെന്നാണ് ക്രേസ് ആയിരുന്നു. ഹീറോ പെൻ വേണമെന്ന് വെച്ചാൽ അച്ഛനടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ സൈക്കിൾ വേണമെന്ന് വെച്ചാൽ അച്ഛനടുത്ത് ചോദിച്ചപ്പോൾ അച്ഛൻ പറയും ഫസ്റ്റ് 5 റാങ്കുകൾ കിട്ടിയാൽ പെന്ന് മേടിച്ചു തരാം, ഫസ്റ്റ് റാങ്ക് മേടിച്ചാൽ സൈക്കിൾ മേടിച്ചു തരാമെന്ന് പറയും. നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് കിട്ടുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാകും. ഇന്നും ഞാൻ കാണുന്നുണ്ട് പല ആൾക്കാർ ഞാൻ ഫസ്റ്റ് എൻ്റെ ശമ്പളത്തിൽ മേടിച്ചൊരു TVS 50 അല്ലെങ്കിൽ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞ് സൂക്ഷിച്ച് വയ്ക്കും. ഇന്നുള്ള ജനറേഷൻ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം ഇസ് അവൈലബിൾ വെരി ഈസിലി. മൈ സൺ ഈസ് ഓൺലി ഹാർഡ്ലി 7 years old. When I give him a phone which is costing somewhere around
40,000-50,000 rupees. அவங்க சொல்கிறோம், அப்பா இதில் கேம் வரலப்பா, இது வேஸ்ட்டுப்பா. பிகாஸ் இட் இஸ் அவைலபிள் ஈஸிலி. ரொம்ப ஈஸியாக கிடைக்கும் போது we don't value it. So we are all blessed actually. പുണ്യം ചെയ്ത കാരണം കൊണ്ടാണ് ഈ തലമുറയിൽ ഇങ്ങനെ ഒരു പട്ടാഭിഷേകം കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് നമ്മുടെ കാലത്ത് നടന്നു. ഇനി എന്തോ യാതൊരു സംശയവുമില്ല, ഇനി വീണ്ടും രാമരാജ്യം വരും. നമ്മുടെ മുഖപ്രോപ്പത്തി ധർമ്മസ്വരൂപനായ രാമൻ ഓരോ വ്യക്തിയുടെ അകത്തും ആത്മാരാമനായിട്ട് സ്ഥിരവാസം ചെയ്യാൻ പോകുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഒരു സൂചനയാണ് ഈ അയോധ്യ പട്ടാഭിഷേകം. ഈ ഓരോ ജീവന്റെ അകത്തും ആത്മാരാമനായിട്ട് രാമൻ നിന്നുകൊണ്ട് നമ്മുടെ ധർമ്മത്തിൻ വഴിയിൽ നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ചിന്തനകളെ, നമ്മുടെ ആക്ഷൻസിനെ രാമ ഡയറക്റ്റ് ടുവേർഡ്സ് ധർമ്മ. അത് യാതൊരു സംശയവുമില്ല. 31 ദിവസവും കർക്കിടക മാസത്തിലെ ഇനി രാമായണം വായിച്ചിട്ട് ഇനി രാമായണത്തെ ക്ലോസ് ചെയ്ത് വെക്കേണ്ട. ഇനി ഇതൊരു ഹാബിറ്റായിട്ട് നമുക്ക് എടുക്കണം. ഞാൻ പറഞ്ഞതുപോലെ അറ്റ്ലീസ്റ്റ് 1 page per day. അറ്റ്ലീസ്റ്റ് 1 page, അറ്റ്ലീസ്റ്റ് 1 ശ്ലോക per day. അങ്ങനെ ചെയ്താൽ രാമൻ തീർച്ചയായിട്ടും നമ്മളൊപ്പം ഉണ്ടാകും. വെറുതെ നമുക്ക് ശ്ലോകം മാത്രം പറഞ്ഞിട്ട് രാമോ വിഗ്രഹമാണ് രാമനെ ചിത്രം വെച്ച് പൂജ ചെയ്ത് മാത്രം പോരാ. രാമൻ ധർമ്മത്തിന് വേണ്ടി നിന്നതുപോലെ നമ്മളും ധർമ്മത്തിന് വേണ്ടി പോലെ വി ഷുഡ് ഗിവ് യുവർ വോയിസ്. അതാണ് രാമായണത്തിൻ്റെ ലക്ഷ്യം. ആ രീതിയിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് ഈ സുദിനത്തിലിപ്പോൾ സാർ പറഞ്ഞപ്പോൾ നമ്മളതുപോലെ ഒരു പുതിയ നൂറ്റാണ്ടിൻ്റെ ഒരു തൂക്കമായിട്ട് ഇന്നത്തെ ദിവസം ക്ലോസാകുന്നു. നാളെ ദിനം പുതിയ നൂറ്റാണ്ടായിട്ട് പുതിയ ഒരു രാമരാജ്യം ഉണ്ടാകാൻ വേണ്ടിയുള്ളൊരു കാലമായിട്ട് നമുക്ക് കാണാം. ആപദാം അപഹർത്താറാം ധാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ആപദാം അപഹർത്താരം, ഏത് ആപത്തുണ്ടായാലും നീക്കാനുള്ള ശക്തി രാമന്റെ വെളിയിൽ നിന്ന്. ആപദാം അപഹർത്താറാം ധാതാറാം സർവസമ്പദാം. കഷ്ടങ്ങളെ നീക്കിയത് മാത്രമല്ലാതെ സകല സൗഖ്യത്തെയും കൊടുക്കാനുള്ള ശക്തിയാണ് രാമന്റെ നാമത്തിനുള്ളത്. ധാതാറും സർവസമ്പദാം. മനുഷ്യർ മാത്രമല്ല, ലോകാഭിരാമം ശ്രീരാമൻ. സകല ലോകത്തിലുള്ള ദേവതകളും ഋഷികളും യോഗികളും രാമനെ സ്തുതിക്കുന്ന, പറഞ്ഞതുപോലെ പരമേശ്വരൻ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള രാമനെ ഭൂയോ ഭൂയോ നമാമ്യം. ഒരു തരമല്ല, വീണ്ടും 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 നമസ്കരിക്കണമെന്ന് പറഞ്ഞ് ഭൂയോ ഭൂയോ നമാമ്യം. അങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും രാമരാജ്യം വരും. നമ്മുടെ സകല ദുഃഖങ്ങളും കഷ്ടങ്ങളും നീങ്ങും. സകല സുഭിക്ഷകളും കോവിഡ് പോലും മറ്റൊരു മഹാമാരിയോ വ്യാധിയോ ഇനി വേണ്ട. എല്ലാവർക്കും സകലവിധമായ സൗഖ്യവും സന്തോഷവും ഉണ്ടാകാൻ ഭഗവാൻ രാമൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ പ്രഭാഷണത്തിന് സ്റ്റാർട്ട് വിത്ത് ദിസ്. മുതലേ ചൊല്ലിട്ടേൻ ഇവിടെ മലയാളം ரொம்ப மோசமாக இருக்கும், சிரிக்காதது ரொம்ப தேங்க்ஸ். அதனால ராமனுடைய அனுகிரகம் அத்தனை பேருக்கும் கிடைக்கணும்னு பிரார்த்தனை பண்ணி, வேறு யாருக்கும் ஏதாவது சம்சயங்கள் இருந்தால், டவுட் இருந்தால் எங்களை தாராளமாக கேளுவோம். இப்போ நம்ம ப்ரோக்ராம்ஸ் அடுத்து நிறைய இருக்கு. ஸோ நிறைய என்னுடைய ப்ரோக்ராம் முடிஞ்சதுக்கப்புறம் தனியாக வந்து என்கிட்ட கேட்குறான். நான் என்னோட நம்பரும் தரேன், வேணாம் ஏதாவது டவுட்ஸ் இருந்ததுன்னா யூ கேன் வாட்ஸ்அப் மீ. மோஸ்ட்லி ஐ வுட் அட்டெண்ட் தி கால்ஸ். நான் இப்போயே சொல்லிவிடுறேன், இந்த மாதிரி ப்ரோக்ராம்ஸ் இருக்கும். ஸோ ஐ வுட் பி ஏபிள் டு அட்டெண்ட் யுவர் கால்ஸ். யூ கேன் சென்ட் மீ வாட்ஸ்அப் மெசேஜ். ஐ வில் see and reply whenever I am free. பிகாஸ் வெறுமன ராமாயணம் கேட்குறோம், நீங்கள் நிறைய யங்ஸ்டர்ஸ் இருக்காங்க, பார்க்குறது சந்தோஷமாக இருக்கும். ஐ ஆல்வேஸ் see old people. Because after 30, 40, 50 years, it is very difficult to change you, including me. For 35, 40 years old youngsters, they are going to be the future. So they should understand what is Sanatana Dharma. Today, in today's scenario, Sanatana Dharma, Hindu Dharma, we see as if it is something, some bad word. We try to be politically correct always. Whereas all others are proud about their religion, proud about their practices.
நம்ம ட்ரெயினில் பார்க்குறோம், பப்ளிக் பிளேசஸில் பார்க்குறோம், அவனுடைய கஸ்டம்ஸை ஃபாலோ பண்ணுறதுக்கு அவனுக்கு எந்த கஷ்டமும் இல்லை. But whereas we youngsters, we Hindus, we have a very big problem in following the tradition. We ask so many excuses. ஒரு கோவிலுக்கு ட்ரெடிஷனல் ட்ரெஸ் போட்டுன்னு போகிறதுக்கு நமக்கு அத்தனை கஷ்டமாக இருக்குது. குருவாயூர் கோவிலுக்கு வேட்சி கட்டிட்டு வா, கேரளா கோவிலெல்லாம் மேலே ஷர்ட்டு தான் வேட்சி கட்டிட்டு வாங்கன்னா அது நமக்கு கஷ்டமாக இருக்குது. நெத்தியில பொட்டு வச்சுக்கிறதுக்கு கஷ்டமாக இருக்குது. Most of us here, what to say, you are so hesitant in keeping even a small Chandana Puri or even a Tilakam in our forehead. Darada Shunyam Smashana Puriyam. Darada Shunyam Smashana Puriyam. When your forehead is empty, it is equal to a graveyard. This is your identity. At any cost, Brahman Jana Dharma Madana. Brahman எந்த இடத்துலையும் தன்னோட ஐடென்டிட்டியை விடலை. தனக்கு பெனிஃபிட் கிடைக்கும் அப்படிங்கிறதுக்காக தன்னோட ஐடென்டிட்டியை மிஸ் பண்ணல. நான் தர்மத்துக்கு வழி நடப்பேன், எனக்கு வேற ஹெல்ப் வேணும், அதர்மியோட ஹெல்ப்பாக நான் ஜெயிச்சேன்னா அப்படி வந்து எனக்கு அவசியம் இல்லை. ஐ வில் ஸ்டாண்ட் ஆன் மை ஓன் திங், தர்மா. இதெல்லாம் நம்மளோட ஐடென்டிட்டி. வி ஆர் லூசிங் தட் டே பை டே. ஸோ இன் டுடேஸ் யங்ஸ்டர்ஸ் we see very promising future with them because they are so interested in reading the scriptures, in knowing things. The only thing which is lacking is we need to convince them, we need to give them proper answer, but nobody is giving. Because in the previous generation, நம்ம யாராவது கேட்டோம்னா சாப்பிட்றாரு அதெல்லாம் கேட்டு இப்படி சொல்லுவோம். நம்மப்பா எனக்கு தெரியும், நீ நிறைய பேர் அப்பாவுக்கு முன்னாடி நின்று பேசக்கூட மாட்டாங்க. அப்பா அங்கே உட்காந்தாருன்னா நீ சொல்லி நின்று பேசுகிற ஆட்கள் தான் நிறைய. இன்னைக்கு ஜென்ரேஷன் அப்படி இல்லை. இன்னைக்கு ஜென்ரேஷன் இன்ட்ரெஸ்டடாக இருக்காங்க. இன்னைக்கு இருக்கிற ஜென்ரேஷனுக்கு அவன் கேட்குற கொஸ்டினுக்கு நம்ம கரெக்டாக ஆன்சர் நம்ம பண்ணினால் அவன் இன்னும் அவனுடைய ஃபெய்த் ஸ்ட்ராங்காக இருக்கும். ப்ராப்ளம் என்னென்னா நமக்கு ஆன்சர் தெரியாது. நமக்கு ஆன்சர் தெரியாதனால நம்ம என்ன சொல்லிடுறோம் அப்படின்னா, அதெல்லாம் பேசாமல் சொன்னால் கேளு அப்படிங்கிறது. அது அவசியம் இல்லை. எவ்ரிதிங் ஆஸ் அன் ஆன்சர். நம்முடைய சனாதன தர்மமான ஹிந்து தர்மம் போல ஒரு எவ்ரிதிங் என்கம்பாசிங்காக இருக்கிற ஒரு ரிலிஜன் கிடையாது. See, in every religion, you have one book, you have one founder, you have a particular period of time, you have one concept. Whether you believe it or not, whether you like it or not, you have no choice. You have to go to that place of worship. You have to follow that book. வேறு ஆப்ஷன் கிடையாது. பாக்கி தர்மத்தில் அப்படி தான். பிடிச்சாலும் பிடிக்காட்டியும் அப்படி தான். பிடிச்சா ஒரு ஃபவுண்டர் தான், ஒரு டைம் தான். நம்ம இந்து தர்மத்துக்கு அப்படி இல்லை. நம்முடைய சனாதன தர்மம், when it was formed, nobody knows. Who founded it? Nobody knows. Because there is not one guru. But in the KG class you will have one teacher. In the university you will be having different teachers. It is a vast ocean. It is like a university. So we have different streams. All other religion, எந்த பீரியடில் வந்து பர்டிகுலர் டைம் பீரியட் இருக்குது, நமக்கு அது கிடையாது. ஏன்னா இட் இஸ் கால்ட் சனாதன தர்மம். சனாதன தர்மம் தான் என்ன, என்னைக்குமே இருக்கிறது. அதுலேயும் each one is given the freedom of following your own practices, spiritual practices. அத்தனை பேருக்கு இருக்கு. எனக்கு கோவிலுக்கு போகிறது இல்லை, எனக்கு மெடிடேஷன் மட்டும் தான் பண்ணணும், டூவர். எனக்கு பஜனை பாடணும், யூ கேன் டூ தட். இல்லை எனக்கு சர்வீஸ் பண்ணணும், ஐ சி காட் இன் சர்வீஸ், ப்ளீஸ் டூ தட். You have the freedom of following your practices and then find God in that way. அந்த ஃப்ரீடம் சனாதன தர்மத்தில் தான் இருக்குது. பாக்கி மதங்களில் கிடையாது, பாக்கி ரிலிஜனில் கிடையாது. நம்ம இந்து தர்மத்தில் அது கொடுத்துருக்கு. ஏன்னா ஒருத்தரோட மனசும் ஒரு மாதிரி இருக்கும். இப்போ நீங்கள் கீழே கிளம்பி வரும்போது கீழே உட்காந்துருங்க, ப்ரோக்ராம் முடிச்சு நைட்டு அன்னதானம் இருக்கு அப்படின்னு நான் உடனே அடுத்த கொஸ்டின் என்ன கேட்டேன்னா, என்ன ஐட்டம்னு கேட்டேன். பல பேர் பூஜைக்கு தானே வரோம், வரதுக்கு முன்னாடி கேட்போம் என்ன ஐட்டம் அப்படின்னு. ஸோ ஒருத்தருக்கு இட்லி பிடிக்கும், ஒருத்தருக்கு உத்தப்பம் பிடிக்கும், ஒருத்தருக்கு தோசை பிடிக்கும், ஒருத்தருக்கு சப்பாத்தி பிடிக்கும். இங்கே 100 பேர் இருக்கோம்னா 100 பேரோட ப்ரிஃபரன்ஸும் 100 மாதிரி தான் இருக்கும். நாட் சிமிலர். ஒரு இண்டிவிஜுவலுக்கும் இட் இஸ் டிஃப்ரெண்ட். அதுபோல சத்தியம், பகவத் சத்தியம் ஒன்றாக இருந்தாலும் அது அடையக்கூடிய மார்க்கம் டிஃபர்ஸ் ஃப்ரம் பர்சன் டு பர்சன். எனக்கு ஐயப்பன் பிடிக்கும், அவருக்கு முருகன் பிடிக்கும், அவங்களுக்கு புவனேஸ்வரி பிடிக்கும், அவருக்கு ராமர் பிடிக்கும், ஒருத்தருக்கு ஆஞ்சநேயர் பிடிக்கும். உனக்கு எந்த
பகவத் ஸ்வரூபத்தை பிடிச்சிருக்கோ அந்த பகவானை அந்த சுவாமியை உனக்கு பிடிச்ச மாதிரி வழிபடக்கூடிய சுதந்திரம் நம்முடைய தர்மத்தில் உண்டு. இதுதான் பண்ணணும் இப்படி தான் பண்ணணும்னு கிடையாது. அந்த லிபர்ட்டி உண்டு. அல்டிமேட்லி யூ ஹேவ் டு ரீச் தி டெஸ்டினேஷன். இங்கேருந்து வெஸ்மாபுரம் போகணும்னா நடந்தும் போகலாம், சைக்கிள்லையும் போகலாம், மெட்ரோ ட்ரெயின் பிடிச்சும் போகலாம், கார்லேயும் போகலாம், எப்படி வேணால் போகலாம். ஃபைனல் டெஸ்டினேஷன் சேம். அதுபோல் நம்முடைய தர்மத்தில் அந்த விசேஷம் கொடுத்துருக்கு. ஸோ நீங்கள் இருக்கக்கூடிய யங்ஸ்டர்ஸ் எக்காரணம் உண்டும் நம்முடைய சனாதன தர்மத்தை யாராவது கிண்டல் பண்ணி பேசினாங்கன்னா ரைஸ் யுவர் வாய்ஸ் பெண்ணந்தே. நம்ம கேட்டு நம்ம சொன்னது மாதிரி அதர்மமான காரியத்தை கேட்டு இருந்தால் அதனாலே நமக்கு பாவம் வரும். When somebody is talking bad about your parents, will we listen? At least you should raise your voice as a son. Similarly, India cinema தான் it is totally against. ஒரு சினிமா ஆகட்டும், டிவி சீரியல் ஆகட்டும், மீடியா ஆகட்டும், everybody is against us. They are showing as if our worship is a superstition. நம்முடைய பிலீஃப் சிஸ்டத்தையும் எல்லாத்தையும் கிண்டல் பண்ணி கேலி பண்ணி காட்டுறோம். அந்த மாதிரியான விஷயங்கள் உங்களுக்கு கண்டப்படும் போது யூ ரைஸ் யுவர் வாய்ஸ் என்னன்னு. அதுதான் தர்மத்துக்கு நம்ம பண்ணக்கூடிய ஒரு கர்த்தவியம். இந்த தர்மத்தில் நம்ம பிறந்திருக்கோம். இந்த தர்மத்தை ஃபுல்லாக 100% ஃபாலோ பண்ணணும்னு நான் சொல்லலை. அட்லீஸ்ட் ஃபாலோ பண்ணி ட்ரை பண்ணும்போது தான் யூ கேன் ட்ரை. ஃபுல்லாக ஃபாலோ பண்ணுறதுக்கு என்னாலையும் முடியாது, உங்களாலையும் முடியாது. அது இஸ் டிஃப்ரெண்ட் ஸ்டோரி. அட்லீஸ்ட் யூ கேன் ட்ரை. ட்ரையே பண்ணாமல் நம்ம முடியலன்னு புத்தகம் கூட முயற்சி பண்ணி ட்ரை பண்ண ஆரம்பிப்போம். கொஞ்சம் கொஞ்சமாக ட்ரை பண்ணும்போது திங்ஸ் வில் ஆட்டோமேட்டிக்லி ஃபாலோ இன் பிளேஸ். ஸோ இது மாதிரியான பாராயணங்களும் பூஜைகளும் நம்முடைய தர்மத்தின் மேல் உள்ள நம்பிக்கையை இன்னும் ஸ்திரமாக ஆக்கிறதுக்கு ஹெல்ப் பண்ணும். நம்ம எல்லாம் இன்னைக்கு இருக்கக்கூடிய ஜெனரேஷன் we are becoming parents. அடுத்து நமக்கு குழந்தைகள் பிறக்கும். ப்ளீஸ் மேக் இட் a habit that you come to satsangam. At least bring your family to satsangam at least weekly once. Take them to a temple. அங்கே என்னமோ இருக்கட்டும், இட்ஸ் நாட் அ ப்ராப்ளம். அங்கே கோவிலுக்கு போனாலே எனக்கு பிடிக்கிறதில்ல, கூட்டமாக இருக்குது, அது டிஃப்ரெண்ட் ஸ்டோரி. உனக்கு பிடிக்க வேண்டாம். சத்சங்கங்கள் நடக்கும், பஜனை நடக்கும், ப்ளீஸ் பிரிங் தம். இங்கே வந்து இந்த சத்சங்கத்துவே நிசங்கத்துவம் சொல்கிறார் சங்கர். சத்சங்கத்துவே நிசங்கத்துவம், நிசங்கத்துவே நிர்மோகத்துவம், நிர்மோகத்துவே நிச்சரத்துவம், நிச்சரத்துவே ஜீவன் முக்தி. ஸோ ஜீவன் முக்திங்கிற அந்த வசதியான ஃபைனல் ஸ்டேஜுக்கு ஸ்டார்டிங் பாயிண்ட் சத்சங்கம் இது ஸ்டார்டிங் பாயிண்ட். ஈவன் சின்ன சின்ன குழந்தைகள் வந்தால் ஐ நோ தேர் ட்ரபிள், பட் ப்ளீஸ் பிரிங் தம். எனக்கு தெரியும் இன்னைக்கு கான்சன்ட்ரேஷன் ஸ்பேன் யாருக்கும் இல்லை. எனக்கு கீழே தான் சொன்னேன். எவ்ரிபடி இஸ் கான்சன்ட்ரேட். முதல்லாம் நான் ஸ்கூலில் படிக்கும்போது ஒரு கிளாஸ் வந்து 1 hour, அப்புறம் கொஞ்ச நாள் ஆச்சு 40 minutes ஆச்சு, அப்புறம் 30 minutes ஆச்சு. ஏன் தெரியுமா? நம்மளோட கான்சன்ட்ரேஷன் ஸ்பேன் கம்மியாகிட்டே வருது. இப்போ நம்மளோட கான்சன்ட்ரேஷன் ஸ்பேன் என்ன தெரியுமா? இஸ் தட் ஆஃப் வாட்ஸ்அப் மெசேஜ். ஒரு வாட்ஸ்அப் மெசேஜ் எவ்வளோ நேரம் வருதோ அவ்வளோதான் நம்மளோட கான்சன்ட்ரேஷன் ஸ்பேன் இருக்குது. நீங்களே பாருங்க, வாட்ஸ்அப் மெசேஜ் ரொம்ப இருந்தால் நம்ம படிக்கிறோமா? சீமோர்னு அப்படியே தள்ளிடுவோம் மேலே. ஆடியோ மெசேஜ் சில பேர்லாம் அனுப்புவான். 4 minutes 5 minutes ஆடியோ மெசேஜ் நம்ம கேட்கறது இல்லை. ஸோ நம்ம கான்சன்ட்ரேஷன் ஸ்பேன் இஸ் நோ லிமிட்டட். அதனால நீங்கள் சத்சங்கத்துக்கு வந்து இப்போ நான் ஒரு 1 hour நான் பேசியிருக்கேன். இந்த 1 hour நீங்கள் அப்படியே உட்காந்து கேட்டேன்னா நான் நம்ப மாட்டேன். ஐ நோ. மனுவாத்தோ தஸ்தி இவரேன்னு சொல்லுவாங்க. அது மாதிரி 10 minutes அதுவே பெரிய விஷயம். 10 minutes கூட இல்லை. யாராவது இந்த 1 hour நான் எந்த சிந்தனையும் இல்லாமல் அப்படியே நீங்கள் சொன்னதை நான் கேட்டேன்னு இருந்தால் கை கொடுப்போம். நான் சொல்லி உங்கள் நாம போட போகிறது உங்கள் போடுறது கொடுப்போம். அது முடியாது. பிகாஸ் அவர் கான்சன்ட்ரேஷன் ஸ்பேன் இஸ் லிமிட்டட். நீ குழந்தையால கூட்டிட்டு வாங்க இனிமேல் சத்சங்கத்துக்கு வரும்போது அது ஓடும், விளையாடும், டிஸ்டர்ப் பண்ணும், லெட் தெம் டு. ஆனால் ஒரு பஜனை நடக்குது, சத்சங்கம் நடக்குது, பூஜை நடக்குது, சம்திங் வில் கோ இன்சைட். இப்போ கோவிட் வந்தது, எல்லாருக்கும் இன்ஜெக்ஷன் போட்டு வந்தோம். நம்ம அது என்ன இருக்குது, இந்த இன்ஜெக்ஷனோட கம்போசிஷன் என்ன குடும்பம் படித்து பார்த்து எனக்கு புரிஞ்சால் தான் போட்டுப்பேன் நம்ம சொன்னோமா? இல்லை. இன்ஜெக்ஷன் வேக்சின் போட்டால் நல்லதுன்னா ஊசியை போட்டுருந்தோம். அது உள்ள போய் அது பண்ண வேண்டிய வேலையை அது பண்ணி. சிமிலர்லி சத்சங்கத்துக்கு வரும்போது நீங்கள் குழந்தைகளை கூட்டிட்டு வாங்க, நீங்களும் வாங்க, புரிஞ்சதோ புரியலையோ உட்காருக்கோ. சத்சங்கம் உள்ளே போய் அந்த வேக்சின் பண்ணுற மாதிரி உள்ள பண்ண வேண்டிய மெடிசன் பண்ணுற வேலையை அது பண்ணும். தட் இஸ் ஸ்டார்டிங் பாயிண்ட். சைக்கிள் ஓட்டிட்டு போகிறோம் இல்லையா? சைக்கிள் ஓட்டின்னு இந்த ஸ்லோப்பில் போகிறோம். மேலே ஏறும்போது புட் யுவர் எஃபர்ட். ஒரு ஸ்டேஜுக்கு அப்புறம் மேலே போயாச்சுன்னா நீங்கள் வெறும் பெடலில் காலை வச்சா போகிறோம், ஆட்டோமேட்டிக்காக ஸ்லோப்பில் வந்து வித்தவுட் எனி எஃபர்ட் சைக்கிள் இருக்கும். அது மாதிரி யூ கம் டு சத்சங்கம் ரெகுலர்லி.
try to follow dharma, at least 5%. Try to follow. Follow பண்ணு நான் சொல்லல, try to follow தான். Try to practice. That is the effort you are putting to pedal the cycle. மேலே போயாச்சுன்னா then cycle will take you to the destination. அதனால இந்த தர்மத்தில் பிறந்திருக்கிறதே பாக்கியம். யோசிச்சு பாருங்க. ஏன்னா 84 லட்சம் ஜென்மா இருக்குது. அமீபால ஆரம்பிச்சு மனுஷனுக்கு 84 lakhs. அதில் நமக்கு வந்து நாயாவோ பூனையாவோ எருமையாவோ பிறக்காம மனுஷனாக பிறந்தோம். அந்த மனுஷனாக பிறந்தாலும் இங்கே ஆப்பிரிக்கன் ட்ரைபாக பிறக்காம புண்ணிய பூமி, கர்ம பூமி, ஞான பூமி, பாரத பூமிக்கு பிறந்திருக்கும். அந்த பாரத பூமியில் பிறந்தாலும் நிரீஸ்வரவாதியாக தெய்வம் இல்லைன்னு சொல்லாமல் தெய்வத்தை விஸ்வசிக்கக்கூடிய ஒரு தர்மத்தில் பிறந்துடும். அப்படி தெய்வத்தை விஸ்வசிக்கக்கூடிய தர்மத்தில் இருக்கும் சனாதன தர்மமான ஹிந்து தர்மத்தில் பிறந்துடும். அதுலேயும் மகான்களும் ஞானிகளும் இருக்கக்கூடிய தட்சிண பாரதத்தில் பக்தினா உத்தர பாரதம் நார்த்தெல்லாம் நமக்கு எப்படி இருக்குன்னா அவனுக்கு கர்மா கிடையாது, ஞானம் கிடையாது, பக்தி மட்டும்தான் நிறைய இருக்கும். இங்கே அப்படி கிடையாது. தட்சிண பாரதத்தில் ஞானம் உண்டு, பக்தி உண்டு, கர்மா உண்டு. மூணும் சரியான விகிதாச்சாரத்தில் இருக்கக்கூடிய சரியான மிக்ஸில் இருக்கிற பூமி ஒரு தட்சிண பாரதம். அதில் பிறந்துருக்கோம். இதுக்கெல்லாமே பகவானுக்கு நம்ம நமஸ்காரம் பண்ணணும். ஆனால் அந்த மாதிரி ஈஸியாக கிடைச்சதுனால நமக்கு வேல்யூ தெரியல. So we have received so much already. So our duty is to at least protect this. We have inherited so many properties already. Your duty is to protect it at least. So try to follow the dharma. For 5% try பண்ணுங்க. பாக்கி உள்ளது பகவான் பார்த்துப்பான். சத்சங்கம் ரெகுலராக இருக்கணும். அதனால் என்னுடைய ப்ரோக்ராம் முடிஞ்சதுக்கப்புறம் வேறு யாருக்கா என்னுடைய பர்சனலாக நம்பரோட எடுத்துக்கிறோம். ஏதாவது டவுட் இருந்ததுன்னா எனக்கு மெசேஜ் பண்ணுவோம். இந்த மாதிரி டிஃபிகல்ட் சுச்சுவேஷன் இருந்ததுன்னா ஒர்க் பிளேஸில் இருக்குது, எனக்கு இது எப்படி ஃபாலோ பண்ண தெரியல, இது மாதிரியான சுச்சுவேஷன் ராமாயணம் பாராயணம் பண்ணணும்னு வச்சுருக்கீங்க, இல்லை நெத்தி கோவிலுக்கு போகணும்னு வச்சுருக்கீங்க, ஏதாவது ஒரு ஸ்பிரிச்சுவல் ஃபேக்டரியில் வச்சுருந்தோம். அதில் ஏதாவது டிஃபிகல்ட்டி இருந்தால் சொல்லுவோம். டெஃபினெட்லி ஐ ட்ரை டு ஹெல்ப். ரீசன் கொடுத்தது நிறுத்திடக்கூடாது, அதுதான் என்னுடைய ஆசை. ஏன்னா ஃபார் ஸ்டாப்பிங் வி ஹேவ் ஹண்ட்ரட்ஸ் ஆஃப் ரீசன்ஸ். அட்லீஸ்ட் யூ ஷுட் ஹேவ் ஒன் ரீசன் டு கண்டினியூ இட். அவ்வளோதான் என்னோட ரிக்வஸ்ட். ஸோ இங்கே இவ்வளோ தூரம் சத்சங்கம் நடந்து இந்த காரியங்கள் நடந்துருக்கு ராமனுடைய அனுகிரகத்தில் இன்னும் பிரம்மாண்டமாக வளர்ந்து எல்லாருக்கும் சகலவிதமான சௌக்கியமும் சுபிக்ஷமும் நடக்கணும்னு ராமனிடத்துல நானும் பிரார்த்தனை பண்ணிக்கிறேன். ராஜா ராமச்சந்திர பகவானுக்கு, வீர தீர சூர பராக்கிரம ஆஞ்சநேய சுவாமிக்கு, சத்குருநாத் மகாராஜுக்கு ஜெய். വളരെ അർത്ഥവത്തായ ചില പാഠങ്ങൾ മനോഹരമായ നമുക്കൊക്കെ മനസ്സിലാകുന്ന ഭാഷയിൽ വിവരിച്ചു തന്ന